IAS ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ സർക്കാർ പിൻവലിച്ചേക്കും. പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉൾപ്പെട്ട സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇന്ന് ചീഫ് സെക്രട്ടറിയാകുന്ന ജയതിലകിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ജനുവരി 10 മുതൽ 120 ദിവസത്തേക്കായിരുന്നു പ്രശാന്തിന്റെ സസ്പെൻഷൻ. അതായത് ഇന്ന് ഏപ്രിൽ 30 ഇനി 10 ദിവസം കൂടിയേ സസ്പെൻഷൻ കാലാവധി അല്ലെങ്കിലുമുള്ളൂ. 120 ദിവസം എന്ന് പറയുമ്പോൾ 4 മാസമാണല്ലോ. അപ്പോൾ സസ്പെൻഷൻ കാലാവധി കഴിയാൻ അല്ലെങ്കിലും 10 ദിവസമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് അത് നേരത്തെ ആക്കാനുള്ള സാധ്യതകളാണുണ്ടോ? ശ്രീജ, സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയായ സംഭവമാണ്. കാരണം സീനിയർ IAS ഉദ്യോഗസ്ഥനാണ് ജയതിലക്. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആകാനിരിക്കുന്നു. ഇന്നിപ്പോൾ ശാരദാ മുരളീധരൻ വിരമിക്കുകയാണ്. ആ ഒഴിവിലേക്കാണ് ജയതിലക് വരുന്നത്. ജയതിലകുമായുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു പ്രശാന്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തുന്നത്. അദ്ദേഹം ഇപ്പോഴും അങ്ങനെ വഴിപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഏറ്റവും ഒടുവിൽ പ്രശാന്തിൻ്റെ ഭാഗം കേൾക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറായത്. അങ്ങനെ ഹിയറിംഗ് വെക്കുകയും ചെയ്തു. അതിനുശേഷവും പ്രശാന്ത് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ഈ IAS വിട്ടുപോകില്ല എന്ന കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇനി എന്താണ് ഈ IAS തലപ്പത്ത് സർക്കാരിനെ സംബന്ധിച്ച് ഈ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥർ തമ്മിൽ അങ്ങനെ പോരടിച്ചു നിൽക്കുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് പോലും അത് മോശമുണ്ടാക്കുന്ന കാര്യമാണ്. അവിടെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ പ്രത്യേകിച്ചും ഉണ്ടായത്. ജയതിലക് ചീഫ് സെക്രട്ടറിയായി എത്തുമ്പോൾ ഈ പ്രശ്നം ഇനി എങ്ങനെ പരിഹരിക്കപ്പെടും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പ്രശാന്ത് ഒരുപക്ഷെ വീണ്ടും സർവീസിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്. കാരണം ശാരദാ മുരളീധരൻ ഹിയറിംഗിന് ശേഷം സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രശാന്തിനെ തിരിച്ചെടുക്കാം എന്ന നിലയ്ക്കാണ്. പ്രശാന്ത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ജയതിലകിനെതിരെ എങ്ങനെയാകും, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണനെതിരെ എങ്ങനെയാകും എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ തെളിവുകൾ ഹാജരാക്കണം. ഡിജിറ്റൽ തെളിവുകളാണെങ്കിൽ താനിട്ട അത് എവിടെ നിന്ന് ശേഖരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പ്രശാന്ത് ചോദ്യമായി ഉന്നയിക്കുന്നത്. പക്ഷേ ഈ പട്ടികജാതി വകുപ്പിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴുള്ള തർക്കമാണ്. അവിടുത്തെ അറ്റൻഡൻസ് ഉൾപ്പെടെ ഫയൽ നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സീനിയർ ജൂനിയർ ഉദ്യോഗസ്ഥർ തമ്മിലുണ്ടായ തർക്കം, അതിൽ ജയതിലകും ഗോപാലകൃഷ്ണനും ഒരു ഭാഗത്തേക്കും പ്രശാന്ത് മറുഭാഗത്തേക്കും മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പ്രശാന്ത് ഉന്നയിച്ച വാദങ്ങൾ, അതിനോടൊപ്പം ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർ ചേരുകയും ചെയ്തു. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്നൊരു നിലപാടിലേക്കാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പോയത്. പക്ഷേ തുടർന്ന് പ്രശാന്ത് വീണ്ടും ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അധിക്ഷേപം തുടരുകയും അത് ജയതിലകിന് വലിയ അപമാനം ഉണ്ടാക്കുകയും അദ്ദേഹം അതിൽ പരാതി പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ വിശദമായ അന്വേഷണം വന്നത്. ഈ സർവീസ് ചട്ടലംഘനങ്ങളുടെ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അതിൻ്റെ ഒരു ചാർജ് മെമ്മോ, അങ്ങനെ ഒരു ചാർജ് മെമ്മോ കൂടി തയ്യാറാക്കിയാണ് പ്രശാന്തിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തതും പിന്നീട് കാലാവധി നീട്ടിയതും. ഇപ്പോൾ പ്രശാന്ത് തിരികെ സർവീസിൽ എത്തുന്നതോടുകൂടി പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥനായി ജയതിലക് മാറുകയാണ്. കാരണം ഈ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥനായി ചീഫ് സെക്രട്ടറിയായി ജയതിലക് വരികയാണ്. അവിടെ പ്രശാന്ത് തിരികെ സർവീസിലെത്തുമ്പോൾ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി പ്രശാന്ത് തുടർന്നാൽ അത് കൂടുതൽ സങ്കീർണമാകും. സർക്കാരിനെ സംബന്ധിച്ച് അത് ആക്ഷേപകരമാകും. കാരണം സർക്കാർ അതിൻ്റെ ഒരു അവസാന ലാപ്പിലേക്ക് പോവുകയാണ്. അടുത്ത ഒരു തിരഞ്ഞെടുപ്പിന്, നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുന്നുണ്ട് എല്ലാ പാർട്ടികളും. അപ്പോൾ ഈ ഭരണം ഇങ്ങനെ ചീഞ്ഞു നാറുന്നു എന്ന ആരോപണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തമ്മിലടിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ജയതിലകാകട്ടെ ചീഫ് സെക്രട്ടറിയായി എത്തുകയും ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ കലാശിക്കുക എന്നത് കണ്ടറിയേണ്ടതാണ്. ശ്രീജ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഇതുവരെ അവർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് സർവീസിൽ തിരിച്ചെത്തിയാലും ജയതിലകിന് നേരിട്ടൊരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പകപോക്കലായി ചിത്രീകരിക്കപ്പെടും എന്ന് വേണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി വ്യാഖ്യാനിക്കാം. പക്ഷേ അറിയേണ്ടത്, ഇനിയുള്ള 10 ദിവസത്തെ കാലാവധി, ആ സസ്പെൻഷൻ കാലാവധി തീരും മുൻപേ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്ത് നടപടിയിലേക്ക് സർക്കാർ ജയതിലക് ചീഫ് സെക്രട്ടറിയായി എത്തിയതിനു ശേഷമായിരിക്കും ഈ ഫയൽ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും തുടർ നടപടി എന്ന് കാത്തിരുന്ന് കാണാം.